2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും മുൻപേ കേരളത്തിൽ നിന്ന് ജയിച്ച് പാർലമെന്റിലെത്തിയ UDF എംപിമാരെ കുറിച്ച് ഒന്ന് വിലയിരുത്താം. 18 എംപിമാരിൽ ആദ്യം വയനാട് മണ്ഡലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. രാഹുൽ ഗാന്ധിയാണ് വയനാട് മണ്ഡലത്തിലെ MP. കടുവയും കാട്ടാനയും മനുഷ്യജീവനുകൾ എടുത്തിട്ടും ഈ വിഷയം രാഹുൽ ഗാന്ധി പാർലമെന്റിൽ ഉന്നയിച്ചിട്ടില്ല. പ്രതിരോധ പദ്ധതിക്കായി MP ഫണ്ട് അനുവദിച്ചിട്ടില്ല. 1972 വനം വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതി ചെയ്യണമെന്ന സംസ്ഥാനത്തിന്റെ ആവശ്യത്തിനൊപ്പം അദ്ദേഹം നിന്നിട്ടില്ല. കോഴിക്കോട് കൊല്ലങ്കൽ ബാവലി മൈസൂരു പാതകളിൽ രാത്രിയാത്ര നിരോധനം നീക്കാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കർണാടകത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയിട്ടും നിലപാട് മാറ്റിയിട്ടില്ല. ചുരം ബദൽ റോഡുകൾക്ക് വനഭൂമി ലഭ്യമാക്കാൻ ഇടപെട്ടിട്ടില്ല. വയനാട് റെയിൽവേക്കായി ഒരു ശ്രമവും അദ്ദേഹം നടത്തിയിട്ടില്ല. ഒരു കേന്ദ്ര പദ്ധതി പോലും കൊണ്ടുവന്നിട്ടുമില്ല. പാർലമെന്റിൽ ഹാജർ നില വെറും 51% മാത്രമാണ്. അദ്ദേഹം പങ്കെടുത്തത് വെറും 8 ചർച്ചകളിൽ മാത്രമാണ്. 99 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. സ്വകാര്യ ബില്ലുകളൊന്നും തന്നെ അവതരിപ്പിച്ചിട്ടില്ല. അടുത്തത് നോക്കുകയാണെങ്കിൽ കെ സുധാകരനാണ്. കെ സുധാകരൻ കണ്ണൂർ MP ആണ്. കണ്ണൂർ വിമാനത്താവളത്തിനും റെയിൽവേ സ്റ്റേഷനുമായി അദ്ദേഹം ഒന്നും തന്നെ മിണ്ടിയിട്ടില്ല. പാർലമെന്റിൽ ഹാജർ വെറും 50% മാത്രമാണ്. സ്വകാര്യ ബില്ലുകൾ ഒന്നും തന്നെ ഇല്ല. ചർച്ചയിലെ സാന്നിധ്യം വെറും 19% മാത്രമാണ്. പ്രാദേശിക വികസന ഫണ്ടിൽ ആകെ ചിലവഴിച്ചത് 27%. 2.70 കോടി രൂപയുടെ പ്രാദേശിക വികസന ഫണ്ട് വിനിയോഗിച്ചിട്ടില്ല. ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തിട്ടേയില്ല. ജമ്മു കശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തുകളയൽ, മുത്തലാഖ്, NIA ഭേദഗതി, UPA ഭേദഗതി, പൗരത്വ ഭേദഗതി ബില്ലുകൾ ലോക്സഭയിൽ വന്നപ്പോൾ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല. 5 വർഷത്തിനിടയിൽ ലോക്സഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റത് 19 തവണ മാത്രമാണ്. ഒരിക്കൽ പോലും കേരളത്തിനായി സംസാരിച്ചിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അടുത്തത് ഇടുക്കിയിലെ MP ആയ ഡീൻ കുര്യാക്കോസ് ആണ്. 4.5 കോടി രൂപയുടെ MP ഫണ്ട് അദ്ദേഹം ചെലവഴിച്ചിട്ടില്ല. ദേശീയപാത അടക്കമുള്ള പദ്ധതികൾ സ്തംഭിപ്പിച്ചു. മുൻപ് അംഗീകാരം വാങ്ങിയെടുത്ത 2150 കോടിയുടെ പളനി ശബരി തീർത്ഥാടന പാത, 164 കോടിയുടെ അടിമാലി കുമളി NH, പ്രാഥമിക അനുമതി ലഭിച്ച തൊടുപുഴ കേന്ദ്രീയ വിദ്യാലയം, ESI ആശുപത്രി, ടൂറിസം പദ്ധതികൾ എന്നിവയ്ക്കായി ഇടപെട്ടിട്ടേയില്ല. കാട്ടുമൃഗാക്രമണ വിഷയത്തിൽ പാർലമെന്റിൽ നിലപാടെടുക്കാനും അദ്ദേഹം തയ്യാറായിട്ടില്ല. അടുത്ത MP എന്ന് പറയുന്നത് VK ശ്രീകണ്ഠനാണ്. പാലക്കാട് MP ആണ് VK ശ്രീകണ്ഠൻ. MP രാജേഷ് MP ആയിരിക്കെ നേടിയെടുത്ത പാലക്കാട് റെയിൽവേ പിറ്റ് ലൈൻ ആണ് തന്റെ വികസനമായി MP എടുത്തു പറയുന്നത്. ഫണ്ട് വിനിയോഗത്തിൽ ഏറ്റവും പിന്നിലാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ലഭിച്ച 17 കോടി രൂപയിൽ 2024 മാർച്ച് വരെ ചിലവിട്ടത് 6.82 കോടി രൂപ മാത്രമാണ്. 63 തവണ മാത്രമാണ് പാർലമെന്റിൽ ചർച്ചകളിൽ പങ്കെടുത്തത്. കൂടുതലും ബജറ്റ് ചർച്ചകളാണ്. ഒരക്ഷരം പോലും അദ്ദേഹം മിണ്ടിയിട്ടില്ല. കഞ്ചിക്കോട് കോച്ച് ഫാക്ടറിക്ക് കല്ലിട്ട് 15 വർഷം പിന്നിട്ടിട്ടും പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ഒരു ചെറുവിരൽ പോലും അദ്ദേഹം അനക്കിയില്ല. ITIയിൽ തുടർച്ചയായി ശമ്പളം മുടങ്ങിയിട്ടും മൗനം മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അടുത്ത MP എന്ന് പറയുന്നത് രമ്യ ഹരിദാസ് ആണ്. ആലത്തൂർ മണ്ഡലത്തിലെ MP ആണ് രമ്യ ഹരിദാസ്. കഴിഞ്ഞ 5 വർഷം തങ്ങൾക്ക് MP ഉണ്ടായിരുന്നോ എന്നാണ് ആലത്തൂരുകാരുടെ സംശയം. 5 വർഷത്തിനിടെ 1734 കോടി രൂപ ചെലവഴിച്ചെന്ന പ്രചാരണം തകർന്നടിഞ്ഞു. 17 കോടിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് ഇനിയും 2.46 കോടി രൂപ ചെലവഴിക്കാനുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ലഭിച്ച കൂലി പോലും സ്വന്തം ഫണ്ടാക്കി പ്രചരിപ്പിച്ചു. സഭയിൽ 72% ഹാജർ വെച്ചിരിക്കുന്നത്. കർഷക പ്രശ്നങ്ങളിൽ നിവേദനങ്ങൾ അനവധി ലഭിച്ചിട്ടും പാർലമെന്റിൽ മിണ്ടിയിട്ടില്ല. ബജറ്റ് ചർച്ചകളിൽ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. CAA, കർഷക സമരം എന്നിവയിലൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. അടുത്ത MP എന്ന് പറയുന്നത് അബ്ദുൾ സമദ് സമദാനിയാണ്. മലപ്പുറത്തിന്റെ MP ആണ് അദ്ദേഹം. 2021 ഉപതെരഞ്ഞെടുപ്പിലാണ് അബ്ദുൾ സമദ് സമദാനി MP ആകുന്നത്. ഒരു കേന്ദ്ര പദ്ധതി പോലും കൊണ്ടുവരാനായിട്ടില്ല. കരിപ്പൂർ വിമാനത്താവള വികസനം, ഹജ്ജ് പുറപ്പെടൽ കേന്ദ്രം നഷ്ടപ്പെടൽ, അലിഗഡ് സർവകലാശാല ഓഫ് ക്യാമ്പസ് വികസനം, നിലമ്പൂർ ഷൊർണൂർ റെയിൽപാത വികസനം തുടങ്ങിയ വിഷയങ്ങളിലൊന്നും MP ഇടപെട്ടിട്ടില്ല. പഞ്ചായത്തും നഗരസഭയും ചെയ്യേണ്ട ലോമാസ് ലൈറ്റ്, കുടിവെള്ള പൈപ്പ്, സ്കൂളുകൾക്ക് കമ്പ്യൂട്ടർ തുടങ്ങിയ ചെറിയ പദ്ധതികൾക്കായി മാത്രം MP ഫണ്ട് വകയിരുത്തി. സമദാനി ഒരു സ്വകാര്യ ബില്ല് പോലും സഭയിൽ കൊണ്ടുവന്നിട്ടില്ല. 32 ചർച്ചകളിൽ മാത്രമാണ് അദ്ദേഹം പങ്കെടുത്തത്. അടുത്ത MP എന്ന് പറയുന്നത് ET മുഹമ്മദ് ബഷീർ ആണ്. പൊന്നാനിയാണ് അദ്ദേഹത്തിന്റെ മണ്ഡലം. കഴിഞ്ഞ 15 വർഷമായി പൊന്നാനി മണ്ഡലത്തിലെ MP ആണ് ET മുഹമ്മദ് ബഷീർ. കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതി പോലും മണ്ഡലത്തിൽ ഇല്ല എന്ന് തന്നെ പറയണം. തിരൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനത്തിനായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. കരിപ്പൂർ വിമാനത്താവള വികസനത്തിലടക്കം കാര്യമായ ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല. MP ഫണ്ടിൽ നിന്ന് ഒരു മേജർ പദ്ധതി പോലുമില്ല. ലോമാസ് ലൈറ്റ്, കുടിവെള്ള പൈപ്പ്, സ്കൂളുകളിലേക്കുള്ള കമ്പ്യൂട്ടർ വാങ്ങൽ തുടങ്ങിയ ചെറിയ പദ്ധതികൾ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത MP എന്ന് പറയുന്നത് MK രാഘവനാണ്. കോഴിക്കോടിന്റെ MP ആണ് അദ്ദേഹം. പൗരത്വ ഭേദഗതി വിഷയത്തിൽ ഉൾപ്പെടെ നിർണായക വിഷയങ്ങളിലെല്ലാം
MK രാഘവൻ മൗനം പാലിക്കുകയായിരുന്നു. കേന്ദ്രത്തെ വിമർശിച്ചാൽ വോട്ട് നഷ്ടപ്പെടുമെന്ന പേടി അദ്ദേഹത്തിനുണ്ടായിരുന്നു. എടുത്തുകാട്ടാവുന്ന ഒരു വികസനവും തന്നെയില്ല. എയിംസിനായി സംസ്ഥാന സർക്കാർ 156 ഏക്കർ സ്ഥലം പദ്ധതിക്കായി കൈമാറിയിട്ടും MP നിഷ്ക്രിയനായിരുന്നു. രണ്ടാം UPA സർക്കാർ പ്രഖ്യാപിച്ച ചാലിയത്തെ യുദ്ധക്കപ്പൽ രൂപകൽപ്പനാ കേന്ദ്രം നഷ്ടമായി. രാമനാട്ടുകരയിൽ ഫുഡ്വെയർ ആൻഡ് ഡിസൈൻ സെന്റർ യാഥാർത്ഥ്യമായില്ല. നഗരത്തിൽ മലിനജല ശുദ്ധീകരണശാല വരുന്നതിനെതിരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് സമരത്തിനിറക്കി. അടുത്ത MP എന്ന് പറയുന്നത് NK പ്രേമചന്ദ്രനാണ്. സ്വന്തം നേട്ടമായി പറയാനായി ഒന്നും തന്നെയില്ല. MP ഫണ്ടിൽ പട്ടികവർഗക്കാർക്ക് അനുവദിച്ച തുകയിൽ ഇത്തവണ 1 രൂപ പോലും ചിലവഴിച്ചിട്ടില്ല. പട്ടികജാതി മേഖലയിൽ 3 കോടി രൂപ ചിലവഴിക്കേണ്ടിടത്ത് 30 ലക്ഷം രൂപ മാത്രമാണ് ചിലവഴിച്ചത്. കൊല്ലം തുറമുഖത്തിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അനുമതിക്കായി ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തികളെ സ്വന്തം നേട്ടമാക്കി കാണിച്ചു. കേരളത്തിന് അവകാശപ്പെട്ട GST വിഹിതം കിട്ടാതിരിക്കാൻ കേന്ദ്രത്തിൽ തന്ത്രപരമായി ഇടപെട്ടു. അടുത്ത MP എന്ന് പറയുന്നത് ഹൈബി ഈഡനാണ്. എറണാകുളത്തെ MP ആണ് അദ്ദേഹം. മെട്രോ റെയിൽ 2ാം ഘട്ടമായ ഇൻഫോ പാർക്കിലേക്കുള്ള പാത കേന്ദ്ര അനുമതിക്കായി 2.5 വർഷം കാത്തപ്പോൾ ഹൈബി ഈഡൻ MP ഇടപെട്ടിട്ടില്ല. എന്നാൽ കേരയിൽ പദ്ധതി മുടക്കാൻ 5 തവണ പാർലമെന്റിൽ എഴുന്നേറ്റു. നയാ പൈസ മാലിന്യ സംസ്കരണ പദ്ധതിക്ക് നീക്കിവെച്ചിട്ടില്ല. NH66 യാഥാർത്ഥ്യമാക്കാനും MPയുടെ ഇടപെടൽ വട്ടപൂജ്യമാണ്. IT കമ്പനികളെ കൊച്ചിയിലേക്ക് വ്യവസായ മന്ത്രി ക്ഷണിച്ചപ്പോൾ ഇടങ്കോലിടാൻ ഇവിടെ കുടിവെള്ളക്ഷാമമാണെന്ന് വാർത്താസമ്മേളനം നടത്തി വിളിച്ചു പറഞ്ഞു. അടുത്ത MP ബെന്നി ബെഹനാനാണ്. ചാലക്കുടി MP ആയ ബെന്നി ബെഹനാന്റെ മണ്ഡലത്തിലെ സാന്നിധ്യം വല്ലപ്പോഴുമായി ചുരുങ്ങി. 1750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ മുൻ MP ഇന്നസെന്റ് തുടക്കമിട്ട പദ്ധതികൾ പോലും പിന്നീട് മുടങ്ങി. ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ശ്രമിച്ചെങ്കിലും MP തുണച്ചില്ല. 17 കോടിയായ MP ഫണ്ടിൽ നിന്ന് 8 കോടി മാത്രമാണ് ചെലവഴിച്ചത്. പത്തനംതിട്ടയിലെ MP ആയ ആന്റോ ആന്റണിയാണ് അടുത്തത്. വടക്കേ ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിച്ചപ്പോൾ പാർലമെന്റിൽ അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു. പൗരത്വ ഭേദഗതി നിയമം, NIA അടക്കമുള്ള വിവിധ വിഷയങ്ങളിലും നിലപാടില്ല. പുൽവാമയിൽ ജവാന്മാർ കൊല്ലപ്പെട്ടത് സംബന്ധിച്ച് മോശം പരാമർശം നടത്തുകയും ചെയ്തിരുന്നു. അടുത്തത് കൊടിക്കുന്നിൽ സുരേഷാണ്. മാവേലിക്കരയിലെ MP ആണ് അദ്ദേഹം. പലതവണ ജയിച്ചിട്ടും കേന്ദ്രമന്ത്രിയായിട്ടും മാവേലിക്കരയ്ക്ക് യാതൊരു ഗുണവുമില്ല. കുട്ടനാടും ചെങ്ങന്നൂരുമെല്ലാം പ്രളയത്തിൽ മുങ്ങിയപ്പോഴും കുന്നത്തൂരിലെ കശുവണ്ടി മേഖലയും പത്തനാപുരത്തെ റബ്ബർ മേഖലയും കോവിഡിൽ പകച്ചു നിന്നപ്പോഴും MPയെ കണ്ടതേയില്ല. അടുത്തത് തിരുവനന്തപുരത്തെ MP ആയ ശശി തരൂരാണ്. 3 തവണ MPയും 2 തവണ കേന്ദ്രമന്ത്രിയായിട്ടും മണ്ഡലത്തിനായി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. തിരുവനന്തപുരം ബാഴ്സലോണ ഇരട്ട നഗരം യാഥാർത്ഥ്യമാകുമെന്ന് 2009 വാഗ്ദാനം നൽകിയ തരൂർ സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും മുൻകൈയെടുത്ത് നടപ്പാക്കിയ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ പോലും സഹകരിച്ചിട്ടില്ല. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കാൻ MP എന്ന നിലയിൽ എന്തു ചെയ്തുവെന്ന ചോദ്യവും ബാക്കിയാണ്. അടുത്തത് TN പ്രതാപനാണ്. തൃശ്ശൂരിലെ MP ആണ്. എയിംസും മെഡിസിറ്റിയും ഉൾപ്പെടെ വൻകിട പദ്ധതികൾ തൃശ്ശൂരിൽ എത്തിക്കുമെന്ന് വാക്കു പറഞ്ഞെങ്കിലും ഒന്നും തന്നെ നടന്നിട്ടില്ല. റെയിൽവേ വികസനമോ കേന്ദ്ര പദ്ധതികളോ എത്തിക്കാനായിട്ടില്ല. അടുത്ത MP കാസർകോട്ടെ രാജ്മോഹൻ ഉണ്ണിത്താനാണ്. നാടിനെ ബാധിക്കുന്ന രാഷ്ട്രീയ വികസന വിഷയങ്ങളിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ MPയുടെ നിഷ്ക്രിയത്വം ചർച്ചയായതാണ്. പൗരത്വ ഭേദഗതി, NIA ഭേദഗതി, മുത്തലാഖ്, UAPA ഭേദഗതി, ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തുകളയൽ വിഷയങ്ങളിൽ ലോക്സഭയിൽ മിണ്ടിയിട്ടേയില്ല. അടുത്തത് ആറ്റിങ്ങൽ MP ആയ അടൂർ പ്രകാശാണ്. വളരെ ദയനീയമായ പ്രകടനമാണ് അദ്ദേഹം പാർലമെന്റിൽ കാഴ്ചവെച്ചത്. വർക്കല, അഞ്ചുതെങ്ങ്, പെരുമാതുറ, കാപ്പിൽ തുടങ്ങിയ തീരപ്രദേശങ്ങളിലെ കടൽക്ഷോഭവും അനുബന്ധ പ്രശ്നങ്ങളും നേരിടാൻ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്ന് 1 രൂപ പോലും നേടിയെടുത്തിട്ടില്ല. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപ് ചിലയിടങ്ങളിലെത്തി മിനി ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കൽ മാത്രമാണ് MPയുടെ പ്രവർത്തനം. അടുത്തത് വടകര MP ആയ K മുരളീധരനാണ്. മണ്ഡലത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാത്ത വടകര MP K മുരളീധരൻ കേരയിൽ മുടക്കാൻ വേണ്ടിയിട്ടും തിടുക്കം കൂട്ടിയിരുന്നു. സിൽവർ ലൈൻ എന്ന സ്വപ്നമൊന്നും ആരും കാണേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോക്സഭാ ചർച്ചകളിലെ സാന്നിധ്യം സംസ്ഥാന ശരാശരിയേക്കാൾ താഴെയാണ്. 14 വർഷം മുൻപ് മണിയൂർ കളരിക്കുന്നിൽ പ്രഖ്യാപിച്ച ഇഗ്നോ സെന്ററിന് പഞ്ചായത്ത് ഭൂമി വിട്ടു നൽകിയിട്ടും നിർമ്മാണം തുടങ്ങിയിട്ടില്ല. സർക്കാർ വിട്ടു നൽകിയ 40 ഏക്കർ ഭൂമിയിൽ ഒന്നും തന്നെ നടന്നിട്ടില്ല. പയ്യോളിയിലും കൊയിലാണ്ടിയിലും ഉൾപ്പെടെയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ വണ്ടികൾക്ക് സ്റ്റോപ്പ് നഷ്ടപ്പെട്ട് തിരിച്ചു കൊണ്ടുവരാനായില്ല. പയ്യോളിയിൽ നിർത്തുന്ന എക്സ്പ്രസ് ട്രെയിനുകളുടെ പാതി കോച്ച് ഇപ്പോഴും പുറത്താണ്. മലബാർ ക്യാൻസർ സെന്ററിലേക്കും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇതാണ് UDFന്റെ MPമാരുടെ 5 വർഷത്തെ ഭരണം കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ലഭിച്ചത്.